ഇന്നത്തെ ടാക്സ് ടിപ്പ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് അല്ലെങ്കിൽ വിഷയമാണ് ക്യാപിറ്റൽ ഗെയിൻ അഥവാ മൂലധന ലാഭം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ഗെയിന് മാത്രം ഒരു പ്രത്യേകതയുള്ളത് അതിന്റെ ഇൻസിഡൻസ് യാദർശികമാണ്. മിക്കവാറും സാഹചര്യങ്ങളിൽ അതിന് യഥാർത്ഥത്തിൽ റെഗുലർ ഇൻകവുമായി ബന്ധമില്ല. സാലറി, പലിശ, ബിസിനസ് തുടങ്ങിയ മറ്റു വരുമാന സ്രോതസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവയെല്ലാം റെഗുലർ രീതിയിലുള്ളതും എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ അഥവാ മൂലധന ലാഭം അപ്രതീക്ഷിതവും റെഗുലർ രീതിയിലുള്ളതും അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ബാധ്യതയിൽ പെടുന്നത് മറ്റു വരുമാനങ്ങളില്ലാത്ത എന്നാൽ ഇതിന്റെ മാത്രം ലാഭത്തിന്റെ പുറത്ത് ബാധ്യത വരുന്ന കക്ഷികളായിരിക്കും. ഏറ്റവും വലിയ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയം പല എപ്പിസോഡുകളായിട്ടാണ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ഇത് കവർ ചെയ്യാൻ ശ്രമിച്ചാൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത് മൂലധന ലാഭത്തിന്റെ ടാക്സ് ബാധ്യത എങ്ങനെ, എന്താണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈവശമുള്ള വസ്തു അല്ലെങ്കിൽ കെട്ടിടം, മറ്റു മൂവബിൾ ആയിട്ടുള്ള അസറ്റുകൾ, അത് സ്വർണ്ണാഭരണങ്ങളാവാം, അങ്ങനെയുള്ളവ വിൽക്കുമ്പോൾ അതിന്മേൽ ഉണ്ടാകുന്ന ലാഭത്തെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിന്റെ നികുതി ഘടന നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. വിറ്റ വില മൈനസ് വാങ്ങിയ വില സമം ലാഭം. ഈ ലാഭത്തിന്റെ 12.5% അല്ലെങ്കിൽ 20% ഇപ്പോഴുള്ള ആദായ നികുതി. 2025 യൂണിയൻ ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിന്റെ നികുതിയിൽ മാറ്റം വരുത്തുകയുണ്ടായി. അതായത് 20% എന്നുള്ളത് 12.5% ആക്കുകയും ഇൻഡെക്സേഷൻ ബെനഫിറ്റ് ഒഴിവാക്കുന്നതുമായിരുന്നു ആ മാറ്റം. പക്ഷേ പല കോണുകളിൽ നിന്നും ആക്ഷേപം വന്ന സാഹചര്യത്തിൽ സർക്കാർ വീണ്ടും കക്ഷിക്ക് ഏതാണോ കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള നികുതി അത് സ്വീകരിക്കാം എന്നുള്ള തീരുമാനത്തോടു കൂടി യൂണിയൻ ബജറ്റ് പാർലമെന്റ് പിന്നീട് പാസാക്കിയത്. ഇപ്പോഴത്തെ നിയമപ്രകാരം ഇൻഡെക്സേഷൻ ബെനഫിറ്റോട് കൂടിയാണ് നിങ്ങൾ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലാഭത്തിന്റെ പുറത്ത് 20%വും, നിങ്ങൾ ഇൻഡെക്സേഷൻ ബെനഫിറ്റോട് കൂടിയല്ല ആ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലാഭത്തിന്റെ പുറത്ത് 12.5% നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു വസ്തു ഇപ്പോൾ വിൽക്കുന്നത് 1 കോടി രൂപയ്ക്കാണ്. നിങ്ങൾ ഇൻഡെക്സേഷൻ എടുക്കുന്നില്ല എങ്കിൽ 1 കോടി മൈനസ് 50 ലക്ഷം, 50 ലക്ഷം രൂപയാണ് അതിന്റെ ലാഭം. ആ ലാഭത്തിന്റെ പുറത്ത് നിങ്ങൾ 12.5%, അപ്പോൾ ഏകദേശം 6.25 ലക്ഷം രൂപയോളം നികുതി വന്ന് ചേരുന്നതാണ്. ഇനി ഇൻഡെക്സേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച വർഷത്തെ ഇൻഡെക്സേഷൻ ടേബിൾ ഞങ്ങൾ ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്നതാണ്. ഏകദേശം 5 വർഷം മുമ്പ് 50%വും 10 വർഷം മുമ്പ് 100% വർധനവ് വരും. 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു കുറച്ച് വർഷം കഴിയുമ്പോൾ അതിന്റെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 70-75 ലക്ഷം രൂപയായിരിക്കും. 1 കോടി മൈനസ് 75 ലക്ഷം, 25 ലക്ഷം രൂപയാണ് അതിന്റെ ലാഭം. അപ്പോൾ ആ ലാഭത്തിന്റെ പുറത്ത് ഇൻഡെക്സേഷൻ ബെനഫിറ്റോട് കൂടി 20%വും ഇൻഡെക്സേഷൻ ബെനഫിറ്റോട് കൂടി അല്ലാതെ 12.5%വും നികുതി അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതാണ് ക്യാപിറ്റൽ ഗെയിന്റെ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ ക്യാപിറ്റൽ ഗെയിന്റെ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.